സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 2024-25 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരുവാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മാരത്തോൺ ക്ലാസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആദിത്യ L1 വിക്ഷേപണ തീയതി. ആദിത്യ L1 വിക്ഷേപിച്ച തീയതി 2023 സെപ്റ്റംബർ 2 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. 2023 സെപ്റ്റംബർ 2. ഇന്ത്യയുടെ സഹായത്തോടെ മംഗലദച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ രാജ്യം. ഇന്ത്യയുടെ സഹായത്തോടെ മംഗലദച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത് ഭൂട്ടാനിലാണ്. ഭൂട്ടാൻ. ജലവൈദ്യുത പദ്ധതിയുടെ പേരെന്താണ്? മംഗലദച്ചു ജലവൈദ്യുത പദ്ധതി. എവിടെയാണ്? ഭൂട്ടാനിലാണ്. ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് മംഗലദച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ സഹായത്തോടെയാണ്. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ടറേറ്റ് ഏത്? സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ടറേറ്റ് കോട്ടയമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ടറേറ്റ് ഏതാണ്? കോട്ടയം. സംസ്ഥാനത്ത് കാഴ്ച പരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി നടപ്പിലാക്കുന്ന ബ്രെയിൻ ലിപി സാക്ഷരതാ പരിപാടി. ബ്രെയിൻ ലിപി സാക്ഷരതാ പരിപാടി ഏത്? ദീപ്തി. പേര് ദീപ്തി. സംസ്ഥാനത്ത് കാഴ്ച പരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് നടപ്പാക്കുന്ന ബ്രെയിൻ ലിപി സാക്ഷരതാ പരിപാടിയാണ് ദീപ്തി. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുതിയ മത്സര ഇനം. 2024 പാരീസ് ഒളിമ്പിക്സിലെ പുതിയ മത്സര ഇനം ഏതായിരുന്നു? ബ്രേക്ക് ഡാൻസ് ആയിരുന്നു. ബ്രേക്ക് ഡാൻസ്. ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമായ ഇന്ത്യൻ വംശജ. ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹന യാത്രയുടെ ഭാഗമായ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ആണ്. സുനിത വില്യംസ്. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ജെ ദേവികയാണ്. ജെ ദേവിക. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28. 2024 ജനുവരിയിൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം. 2024 ജനുവരിയിൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈനയാണ്. ചൈന. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ലയാണ് വയനാട്. സംസ്ഥാനത്തെ ആദ്യ കോൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത്. സംസ്ഥാനത്തെ ആദ്യത്തെ കോൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് നന്ദിയോടാണ്. തിരുവനന്തപുരം ജില്ലയിൽ നന്ദിയോടാണ് സംസ്ഥാനത്തെ ആദ്യത്തെ കോൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത്. നന്ദിയോട്. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് പൊൻവാക്ക്. പദ്ധതിയുടെ പേര് പൊൻവാക്ക്. 2025 കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദി. 2025 കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ്. ബ്രസീൽ.
സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം രചിച്ചത് ആര്? സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം രചിച്ചത് KT ജലീലാണ്. KT ജലീൽ. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ്? കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങളാണ് കൽപ്പ, സുവർണ, കൽപ്പശതാബ്ദി എന്നിവ. അപ്പോൾ കൽപ്പ, സുവർണ, കൽപ്പശതാബ്ദി എന്നിവ തെങ്ങിനങ്ങളാണ് എന്നത് ഓർത്തു വയ്ക്കുക. കൽപ്പ, സുവർണ, കൽപ്പശതാബ്ദി എന്നിവ തെങ്ങിനങ്ങളാണ്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്പീഡ് പദ്ധതി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പീഡ് പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് ഭിന്നശേഷി വിഭാഗവുമായിട്ടാണ്. ഭിന്നശേഷി വിഭാഗം. സ്റ്റേറ്റ് പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ഇൻ ഡിസബിലിറ്റീസ്. സ്പീഡ് പദ്ധതി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്പീഡ് പദ്ധതി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഭിന്നശേഷി വിഭാഗം. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുവാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിന്റെ പേരാണ് ജൂസ്. ദൗത്യത്തിന്റെ പേര് ജൂസ്. അത് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുവാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ്? വ്യാഴമാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുവാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിന്റെ പേരാണ് ജൂസ് എന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി. എല്ലാവർക്കും മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്തുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് കുമ്പളങ്ങി. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം. ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യം ആദിത്യ L1 ആണ്. ആദിത്യ L1. ജീവിതശൈലി രോഗങ്ങൾ നിർണ്ണയിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. ജീവിതശൈലി രോഗങ്ങൾ നിർണ്ണയിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായിട്ട് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ശൈലി. പേര് ശൈലി. കേരളത്തിൽ ആദ്യമായി സ്ട്രാങ്ക് ലൈസൻസ് നേടിയ വനിത. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്ട്രാങ്ക് ലൈസൻസ് നേടിയ വനിത S. സന്ധ്യയാണ്. S. സന്ധ്യ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ താരം. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം മിന്നുമണിയാണ്. മിന്നുമണി. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം ഏതാണ്? ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ടൈം മാഗസിൻ്റെ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച 100 സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം ഏതാണ്? ടൈം മാഗസിൻ്റെ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച 100 സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം പാതേർ പാഞ്ചാലിയാണ്. പാതേർ പാഞ്ചാലി. ഇന്ത്യയുടെ AI തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയുടെ AI തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഹൈദരാബാദാണ്. ഇന്ത്യയുടെ AI തലസ്ഥാനം ഹൈദരാബാദ്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് ലാൻഡ് ചെയ്തത്? ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഏത് ഭാഗത്തായിട്ടാണ് ലാൻഡ് ചെയ്തത്? ദക്ഷിണ ധ്രുവത്തിലാണ്. ദക്ഷിണ ധ്രുവം. 2027 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം. 2027 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ബ്രസീലാണ്. ബ്രസീൽ. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സാണ് MPhil. 2025 ITB ബെർലിനിൽ നടന്ന ഗോൾഡൻ സിറ്റി ഗേറ്റ് അവാർഡ്സിൽ പുരസ്കാരം ലഭിച്ചത് കേരള ടൂറിസം. 2025 ITB ബെർലിനിൽ നടന്ന ഗോൾഡൻ സിറ്റി ഗേറ്റ് അവാർഡ്സിൽ പുരസ്കാരം ലഭിച്ചത് കേരള ടൂറിസം. വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സർവകലാശാല ഏത്? വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യ സർവകലാശാലയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി. ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി. 2025 കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത്. 2025 കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യയാണ്. ഇന്ത്യ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച
ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ. പേര് പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവറാണ് പ്രഗ്യാൻ. 2024 ഒളിമ്പിക്സിന് വേദിയായ നഗരം. 2024 ഒളിമ്പിക്സിന് വേദിയായ നഗരം പാരീസാണ്. പാരീസ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള 100ാമത്തെ വിക്ഷേപണം. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള 100ാമത്തെ വിക്ഷേപണം NVS-02. NVS-02. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ. കേരളത്തിൽ ആദ്യമായിട്ട് സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? സ്കിൻ ബാങ്ക് കേരളത്തിൽ ആദ്യമായിട്ട് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. സുസ്ഥിര വികസനത്തിനുള്ള UN ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ നഗരം. സുസ്ഥിര വികസനത്തിനുള്ള UN ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ നഗരമാണ് തിരുവനന്തപുരം. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്ക്. കവരത്തി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന HDFC ബാങ്കാണ് ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. ലോകത്തിൽ ആദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം. ലോകത്തിൽ ആദ്യമായിട്ട് മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം ഫിൻലാൻഡാണ്. ഫിൻലാൻഡ്. സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനം ഏത്? സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി. സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി. അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി 2025 നടന്നത് ഏത് രാജ്യത്താണ്? അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി 2025. അന്താരാഷ്ട്ര AI ഉച്ചകോടി 2025 നടന്നത് പാരീസിലാണ്. പാരീസ്. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിന് അർഹമായ കേരളത്തിലെ സ്ഥലങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിന് അർഹമായ കേരളത്തിലെ സ്ഥലങ്ങളാണ് കടലുണ്ടിയും കുമരകവും. കടലുണ്ടി, കുമരകം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. പദ്ധതിയുടെ പേര് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി. 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാങ്കാങ് ആണ്. ഹാങ്കാങ്. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഭാരത് ജൻ. പദ്ധതിയുടെ പേര് ഭാരത് ജൻ. രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം. രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഗ്യാനൈറ്റ്സ് ആണ്. രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘമാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഗ്യാനൈറ്റ്സ്. ഫോർട്ട് വില്യം എന്നറിയപ്പെട്ടിരുന്ന കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേര്. ഫോർട്ട് വില്യം എന്നറിയപ്പെട്ടിരുന്ന കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേരാണ് വിജയ് ദുർഗ്. പേര് വിജയ് ദുർഗ്. ഫോർട്ട് വില്യം എന്നറിയപ്പെട്ടിരുന്ന കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേരാണ് വിജയ് ദുർഗ്. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിലെത്തിയ ആദ്യത്തെ വ്യക്തി. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിലെത്തിയ ആദ്യ വ്യക്തിയാണ് ക്രിസ് ബ്രൗൺ. ബ്രിട്ടൻകാരനായ ക്രിസ് ബ്രൗൺ ആണ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ വ്യക്തി. ഭൂമിക്കപ്പുറത്ത് ജീവന്റെ സാധ്യത അന്വേഷിക്കാൻ 2024 ഒക്ടോബർ 14 വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹം.
ഭൂമിക്കപ്പുറത്ത് ജീവന്റെ സാധ്യത അന്വേഷിക്കാൻ 2024 ഒക്ടോബർ 14 വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് യൂറോപ്പ ക്ലിപ്പർ. അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിനാണ് CR450. അപ്പോൾ CR450 എന്ന ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ചൈന. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മനു ഭാക്കർ. 2025 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ശാസ്ത്രജ്ഞൻ. 2025 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ശാസ്ത്രജ്ഞൻ ആര്? രാജഗോപാല ചിദംബരം. ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെന്ററി ആരുടേതാണ്? ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെന്ററി വേണു നായർ. ബഹിരാകാശത്ത് പയർ വിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗവേഷണ ഏജൻസിയാണ് ISR. 2024 അർജുന അവാർഡിന് അർഹയായ അന്നു റാണി ഏത് മേഖലയിൽ പ്രസിദ്ധമാണ്? ഏത് മേഖലയിലാണ് പ്രസിദ്ധം? അത്ലറ്റിക്സ്. 2024 അർജുന അവാർഡിന് അർഹയായ അന്നു റാണി ഏത് മേഖലയിലാണ് പ്രസിദ്ധ? അത്ലറ്റിക്സ്. 2025 ദേശീയ സരസ് മേളയുടെ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം. 2025 ദേശീയ സരസ് മേളയുടെ ആതിഥേയത്വം കേരളം. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡിന് അർഹയായത്. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡിന് അർഹയായത് കാമ്യ കാർത്തികേയനാണ്. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരമാണ് മനോരഥം. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി. കമ്പനിയാണ് ന്യൂറാലിങ്ക്. കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക്. 2025 മന്നത്ത് പത്മനാഭന്റെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? 2025 മന്നത്ത് പത്മനാഭന്റെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? 148ാം ജന്മദിനമാണ്. 148. ഇറാന്റെ സഹായത്തോടെ നിർമ്മിച്ച ഉമ-ഓയ ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ്? ഇറാന്റെ സഹായത്തോടെ നിർമ്മിച്ച ഉമ-ഓയ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ശ്രീലങ്കയിലാണ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യത്തെ പേടകമാണ് ഒഡീസിയസ്. 2025 സൂപ്പർ സൺ ദൃശ്യമായ ദിവസം. 2025 സൂപ്പർ സൺ ദൃശ്യമായതും ജനുവരി 4 ജനുവരി 4. 2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത്. 2024 ഐവറി പുരസ്കാരം അർഹയായത് KS ചിത്ര. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏതാണ്? മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീനാണ് ഡിസ്ട്രോഫിൻ. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏതാണ്? ഡിസ്ട്രോഫിൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ രാജാജി രാഗതി ബയോസ്ഫിയർ ആണ്. ഉത്തരാഖണ്ഡിലെ രാജാജി രാഗതി ബയോസ്ഫിയർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ. ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സംയോജിത ജനറേറ്റർ മോണിറ്ററിംഗ് കൺട്രോൾ സിസ്റ്റം. വിദ്യുത് രക്ഷക്. പേര് വിദ്യുത് രക്ഷക്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരമാണ് PT ഉഷ.
ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം IRS-1A ആണ്. IRS-1A. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106 ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര്. എത്രാമത്തെ ഭേദഗതിയാണ്? 106 ഭേദഗതിയാണ്. 106 ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് നാരി ശക്തി വന്ദൻ അധിനിയം. എന്താണ്? ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നതിനായിട്ട് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106 ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. പദ്ധതിയുടെ പേരെന്താണ്? നവജീവൻ. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത്. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് സൗദി അറേബ്യയിലെ റിയാദാണ്. സൗദി അറേബ്യയിലെ റിയാദ്. ലോകാരോഗ്യ ദിനം 2025 പ്രമേയം എന്താണ്? ലോകാരോഗ്യ ദിനം 2025 പ്രമേയമാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ എന്നത്. ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. ഓം ബിർള. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് ആര്? റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജനാണ്. അഖിൽ പി ധർമ്മജൻ. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് തുടങ്ങനാടാണ്. തുടങ്ങനാട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരാണ് WIFS. വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരാണ് WIFS. വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്ത്? കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ബാലമിത്ര. പദ്ധതിയുടെ പേര് ബാലമിത്ര. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിട്ട് ആചരിച്ചത്. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് ആചരിച്ചത്. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം 75 രൂപയാണ്. 75 രൂപ. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായിട്ട് ഏർപ്പെടുത്തിയ പുതിയ അവാർഡ്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായിട്ട് ഏർപ്പെടുത്തിയ പുതിയ അവാർഡാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. കേരളത്തിലെ ഏത് നഗരത്തിലാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച നഗരം ഏതാണ്? കോഴിക്കോട്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആര്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ മലയാളി കായിക താരം PT ഉഷ. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര്? മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത.
കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ്. ജിലുമോൾ മാരിയറ്റ് തോമസ്. വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിച്ച ഇന്ത്യൻ നഗരം. വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ശ്രീനഗറാണ്. ശ്രീനഗർ. യുനെസ്കോയുടെ ഇന്ത്യയിലെ ഒരേയൊരു സംഗീത നഗരമായിട്ട് പ്രഖ്യാപിച്ചത്. യുനെസ്കോയുടെ ഇന്ത്യയിലെ ഒരേയൊരു സംഗീത നഗരം ഗോളിയോർ ആണ്. മധ്യപ്രദേശിലെ ഗോളിയോർ. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? മീരാബായി ആണ്. മീരാബായി. 2024 കോമൺവെൽത്ത് ചെറുകഥ പുരസ്കാര ജേതാവായ ഇന്ത്യക്കാരി. 2024 കോമൺവെൽത്ത് ചെറുകഥ പുരസ്കാര ജേതാവായ ഇന്ത്യക്കാരി സഞ്ജന ഠാക്കൂർ ആണ്. സഞ്ജന ഠാക്കൂർ. 2024 ജൂണിൽ റാംസാർ പട്ടികയിൽ ഇടം നേടിയ ബീഹാറിൽ നിന്നുള്ള 2 പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? നാഗി, നക്ടി എന്നീ 2 പക്ഷി സങ്കേതങ്ങളാണ്. 2024 ജൂണിൽ റാംസാർ പട്ടികയിൽ ഇടം നേടിയ ബീഹാറിൽ നിന്നുമുള്ള 2 പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? നാഗി, നക്തി. 2024 പെൻ പിന്റർ പ്രൈസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി. 2024 പെൻ പിന്റർ പ്രൈസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ഏതാണ്? അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയ്. ISRO തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ വിക്ഷേപണ വാഹനം. ISRO തദ്ദേശീയമായിട്ട് വിക്ഷേപിച്ച പുനരുപയോഗ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആസാമാണ്. ഉപഗ്രഹത്തിന് നൽകുന്ന പേര് ആസാം സാറ്റ്. സ്വന്തമായിട്ട് ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ആസാം. ഉപഗ്രഹത്തിന്റെ പേരാണ് ആസാം സാറ്റ്. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ 2024-25 വർഷത്തെ കലാ സാംസ്കാരിക മേഖലയിൽ നിന്ന് യൂത്ത് ഐക്കൺ അവാർഡിന് അർഹയായ അഭിനേത്രി നിഖില വിമലാണ്. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ 2024-25 വർഷത്തെ കലാ സാംസ്കാരിക മേഖലയിൽ നിന്ന് യൂത്ത് ഐക്കൺ അവാർഡിന് അർഹയായ അഭിനേത്രി നിഖില വിമൽ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം: സാമ്പത്തിക അവലോകന രേഖ പ്രകാരം ഇന്ത്യയിൽ സ്ഥിരം ശമ്പളം വാങ്ങുന്ന സ്ത്രീകളിൽ 1-ാം സ്ഥാനത്തെത്തിയത്. സാമ്പത്തിക അവലോകന രേഖ പ്രകാരം ഇന്ത്യയിൽ സ്ഥിരം ശമ്പളം വാങ്ങുന്ന സ്ത്രീകളിൽ 1-ാമതെത്തിയത് കേരളമാണ്. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.